ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് ഈവനിങ് ടു മോർണിംഗ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഒരു ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പൊക്കെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കുറച്ച് പൂളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൂളൊക്കെ നോക്കിയിട്ട് പൂളക്കൂട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പൂളൊക്കെ നോക്കിയിട്ട് ഞാൻ ഗ്യാസിന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പണിയില്ലാത്ത സമയത്തൊക്കെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവില്ലേ. അല്ലെങ്കിൽ നമുക്ക് കുറേ പണിയില്ല നേരത്തെ നമ്മൾ മഴ പെയ്യുന്നതൊന്നും അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഫ്രീ ആയപ്പോൾ ഞാൻ അങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് വന്നപ്പോഴത്തേന് ഇതാ നമ്മുടെ പൂളക്കൂട്ടാനൊക്കെ ഇതാ കുറച്ച് അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് മേലാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ അല്ലേ അടിയിലൊക്കെ പിടിക്കാൻ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിയിൽ വല്ലാതെ ഇളക്കാതെ ഇങ്ങനെ മേലെ മാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, ചെറുതായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേന് ഇത് അവിടെയൊക്കെ ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പൂളക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൂളക്കൂട്ടാനൊക്കെ നല്ല രസമാണ് അല്ലേ പുറത്തിരുന്നിട്ടൊക്കെ കഴിക്കാൻ. അപ്പോൾ അത് നമ്മുടെ പൂളക്കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ പുറത്തുതന്നെ പോയിരുന്നിട്ട് തന്നെ പൂളക്കൂട്ടാനും ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കട്ടൻ ചായയും പൂളക്കൂട്ടാനും ഇതാ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുള്ളതിന് കേട്ടോ പൂളക്കൂട്ടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് സാധനം കുറച്ചുള്ളെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് അധികം കണ്ടാലും നമുക്കത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ഒരു മടുപ്പാവില്ല. അപ്പോൾ കുറച്ചാകുമ്പോൾ നമുക്കത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ്, ഉണ്ടാക്കിയാലൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലേ. നമ്മൾ കുറച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ പുറത്തിരുന്നിട്ട് ഞാൻ അങ്ങനെ കുട്ടികളും അങ്ങനെ ചായയൊക്കെ കുടിക്കാണ്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണ പലഹാരങ്ങളോടും അതേപോലെ തന്നെ ഇങ്ങനെ പൂളക്കൂട്ടാൻ ഇങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റ് ആവില്ലേ പുറത്തൊക്കെ ഇരുന്നിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അധികം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് സാധനമായാലും അത് കുറച്ച് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുപ്പികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കുപ്പിയൊക്കെ അപ്പം തന്നെ കഴുകിയിട്ട് അങ്ങനെ ഉണക്കലാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇതൊക്കെ ഒന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ കുപ്പിയാണ് കേട്ടോ കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ഇതിലേക്കൊന്ന് കഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് കുറച്ച് എല്ലാ വീട്ടമ്മമാർക്കും കുറച്ച് തിരക്ക് ഒഴിഞ്ഞ നേരമാണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ജോലികളൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാതും റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ പിറ്റേ ദിവസമാണ് ഇതൊക്കെ രാവിലെ ഇതൊക്കെയാണ് റെഡിയാക്കണമെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടാണില്ലേ. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ നല്ല തിരക്കാവൂലേ. അപ്പോൾ പഞ്ചസാരയൊക്കെ കഴിച്ചിടാനൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിറ്റേ ദിവസം കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിത് മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കുപ്പികളൊക്കെ സാധാരണ കുപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുടിരിക്കലിനൊക്കെ വാങ്ങിയ കുപ്പിയാണ് ഈ ചെറിയ കുപ്പികൾ. അപ്പോൾ എനിക്കത് ഒഴിവാക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ ഇത് ആകെ പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കുപ്പി നിന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പഴയതായാലും നമ്മൾ ഒഴിവാക്കൂലല്ലേ. അതേപോലെ തന്നെ കേട്ടോ എനിക്ക് ഈ കുപ്പി നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളടുക്കളയിലുള്ളതൊക്കെ സാധാരണ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് അതിലേക്ക് ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടുകും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കൽ ഇങ്ങനത്തെ കുപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച കുപ്പിയൊന്നും അല്ല. അപ്പോൾ വാങ്ങിച്ച കുപ്പിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലീക്കായിട്ടൊക്കെ കേട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കൽ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിക്കലാണ്. അപ്പോൾ അധികം വലിയ ഹോൾസുള്ള കുപ്പിയിലൊക്കെ ആക്കിയാൽ അധികം ഒഴിക്കൂല നമ്മൾ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും അധികം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ കുപ്പിയിലൊക്കെയാണ് വെളിച്ചെണ്ണ എടുത്ത് വെക്കൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ വെളുത്തുള്ളി തൊളിച്ചെടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എല്ലാത്തിനും അത് വേണേനും. അപ്പോൾ പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ കുറച്ച് ചില സമയത്തൊക്കെ കേട്ടോ, ചില സമയത്ത് മിഷൻ വാഷൊന്നും പിടിക്കാത്ത സമയത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യൽ.
അപ്പോൾ അങ്ങനെ ഞാനിതാ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ കറിവേപ്പിലേൻ്റെ ഒരു കൊമ്പ് ഒടിച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ ഞാനിങ്ങനെ കറിവേപ്പില ഇങ്ങനെ ഒരു കൊമ്പായിട്ട് ഇങ്ങനെ ഒടിക്കലാണ്. അപ്പോൾ നല്ല ഉയരത്തിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കൊമ്പ് ഒടിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്, എന്നാലും ചില സമയത്തൊക്കെ ഇത് പറിക്കാനായിട്ട് പോകുമ്പോൾ മിഷു പിന്നാലെ പോരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരുയിട്ട് കുപ്പിയിലാക്കി വെക്കലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുപ്പിയിലാക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പില കേടുകൂടാതെ കുറേ നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കയ്യിലുണ്ടാകുന്ന സമയത്തൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് അടച്ചിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ അങ്ങനെ കേടുകൂടാതെ കുറേ നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കറിവേപ്പിലൊക്കെ റെഡിയാക്കി കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലേക്കൊക്കെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കടലയാണ്. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ആണല്ലേ, എല്ലാവർക്കും രാവിലെ കിച്ചണിലൊക്കെ വന്നിട്ട് പണിയൊക്കെ എടുക്കാൻ നല്ല മടിയാണല്ലേ, എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ല സൂപ്പർ ഫാസ്റ്റിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ കടല കുക്കറിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കില്ല അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗരം മസാല അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കലില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ വന്നാൽ ഇത് എടുത്തിട്ട് ഗ്യാസിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാതും റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനങ്ങനെ പൂരിയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ പൂരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ചട്ടി ചെറിയതായതുകൊണ്ട് ഞാൻ ചെറിയ പൂരിയാണ് ഉണ്ടാക്കിയത്. എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തലേന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ അതെടുത്തിട്ട് ഞാൻ ഗ്യാസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ എല്ലാതും റെഡിയാക്കി വെച്ചതുകൊണ്ട് കറിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൂരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂരിയിൽ ഞാൻ കരിഞ്ചീരകമൊക്കെ കൂട്ടിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ കരിഞ്ചീരകം നല്ല ഹെൽത്തി ആയ ഒരു സാധനമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ടാണ് പൂരി തയ്യാറാക്കിയത്. അപ്പോൾ പൂരിയൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എത്ര ഉണ്ടാക്കിയാലും മക്കൾ 4 മണിക്കൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൂരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കടലൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ കടലക്കറി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൂരിക്ക് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ പിന്നെ ചെറുള്ളി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ ഇത് റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ അങ്ങനെ പുറത്ത് വന്നിട്ട് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷു എണീറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോനിവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദിലും കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിഷു പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷു തക്കം കിട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിച്ച വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം നല്ല സൂപ്പർ ഫാസ്റ്റിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.